The types of immunity. What are the different types of immunity? The immunity means the ability to defend against the foreign pathogens. And there are two types. One you receives at the time of your birth, so that is called the innate immunity. It's present at the time of your birth. That is already there. Then second one is that you acquired during your lifetime. നമ്മൾ ജനിച്ചതിന് ശേഷം മരിക്കുന്നവരെ നേടുന്ന രോഗപ്രതിരോധ ശേഷിക്ക് പറയുന്നതാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതാണ് രണ്ട് കാറ്റഗറി എന്ന് പറയുന്നത്. വൺ ഈസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അത് പറഞ്ഞാൽ ജനിച്ച ഉടനെ കിട്ടുന്നത്, ജനിക്കുന്ന സമയത്ത് തന്നെ കിട്ടുന്നത്. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വൺസ് യു റിസീവ്ഡ് ആഫ്റ്റർ യുവർ ബർത്ത്. ഓക്കെ, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്പിലുണ്ട്. വൺ ഈസ് കോൾഡ് നാച്ചുറൽ, the other one is called artificial. Natural വീണ്ടും രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും, പാസീവും ആക്റ്റീവും. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് യു റിസീവ്ഡ് ഫ്രം ദ മദർ. നമ്മൾ ജനിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 3-4 മാസം അല്ലെങ്കിൽ 5-6 മാസം വരെ അമ്മയുടെ മുലപ്പാലാണ് നമ്മൾ കഴിക്കുന്നത്. അതിൽ ഇറ്റ് കണ്ടെയ്ൻ ദ ഫസ്റ്റ് ഫ്യൂ വീക്സിൽ കൊളസ്ട്രം എന്ന് പറഞ്ഞ ആദ്യത്തെ പാല് കൊളസ്ട്രത്തിൽ ധാരാളം ആൻറ്റിബോഡീസ് അടങ്ങിയിട്ടുണ്ട്. ആ ആൻറ്റിബോഡീസാണ് ഇനീഷ്യൽ കേസിൽ ഒരു കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ നിർണ്ണയിക്കുന്നത്. സോ വൺ ഈസ് ഗെയിൻ ത്രൂ ദ കൊളസ്ട്രം ആൻഡ് സെക്കൻഡ് വൺ ത്രൂ ദ അംബലിക്കൽ കോഡ് ദാറ്റ് വിച്ച് the mother and baby is connected, through which the many antibodies are passed through the umbilical cord. പൊക്കിൾ കൊടി വഴി കുട്ടിയുടെ ശരീരത്തിലേക്ക് ഒരുപാട് ആൻറ്റിബോഡീസ് എത്തും. അങ്ങനെ രോഗപ്രതിരോധ ശേഷി നേടും. ഇത് രണ്ടും നാച്ചുറലാണ്. ഒന്ന് അമ്മയുടെ മുലപ്പാലിലൂടെ കിട്ടുന്നത്, രണ്ടാമത്തത് മെത്തേഡ് എന്ന് പറഞ്ഞത് അംബിലിക്കൽ കോഡ് വഴി. ഇത് രണ്ടും പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം, പാസീവ് ഇമ്മ്യൂണിറ്റി. ആൻഡ് സെക്കൻഡ് വൺ ഈസ് വാട്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഈസ് ഗെയിൻ ത്രൂ ദ ഇൻഫെക്ഷൻ. അതായത് നമ്മൾ മംസോ ചിക്കൻ ബോക്സോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പിന്നീട് രണ്ടാമത് വരാതിരിക്കാനുള്ള കാരണം അതിനെതിരെ ഒരു രോഗപ്രതിരോധ ശേഷി ശരീരം ഡെവലപ്പ് ചെയ്യിക്കുന്നുണ്ട്. അത്തരം ഇമ്മ്യൂണിറ്റിയാണ് പറയുക ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി വിച്ച് ഈസ് ഗെയിൻ ത്രൂ ദ ഇൻഫെക്ഷൻസ്. പിന്നെ വേറെ ടൈപ്പാണ് ദറ്റ് ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതും രണ്ട് ടൈപ്പ് ഉണ്ട്, പാസീവും ആക്റ്റീവും. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആൻറ്റിബോഡി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു ചെറിയ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഒരു ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഒരു ആണി തട്ടി മുറുകയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മുറിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് TT എടുക്കും. ടെറ്റനസ് ആൻറ്റി ടെറ്റനസ് സീറം, ടെറ്റനസ് ടോക്സോയിഡ് എന്ന് പറയും. TT എന്ന് പറഞ്ഞാൽ എന്താ? ടെറ്റനസ് ടോക്സോയിഡ്. അപ്പോൾ അതിൽ ഓൾറെഡി റെഡിമെയ്ഡ് ആൻറ്റിബോഡി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും, അതാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് കാലാവധി കുറവാണ്. ഒരു 5-6 മാസം കഴിഞ്ഞ സമയത്ത് ആ ആൻറ്റിബോഡി കംപ്ലീറ്റ് നിർവീര്യമായി പോകും. ശരീരം തന്നെ അതിനെ നിർവീര്യമാക്കും. സോ ദിസ് കോൾഡ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. രണ്ടാമത്തത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഈസ് ത്രൂ ദ വാക്സിനേഷൻ. വാക്സിനേഷൻ എന്ന് പറയുന്നത് എന്താ കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഒന്നിക്കിൽ അതിൻ്റെ ആ വൈറസിനെ തന്നെയായിരിക്കും, അല്ല അതിൻ്റെ പ്രോട്ടീനെ തന്നെയായിരിക്കും ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ശരീരമാണ് ഇവിടെ ആൻറ്റിബോഡി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു മൃതപ്രായമായ അല്ലെങ്കിൽ ഇന്നാക്ടിവേറ്റ് ചെയ്യപ്പെട്ട ബാക്ടീരിയയോ വൈറസിയോ നമ്മൾ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന സമയത്ത് ശരീരം അതിനെതിരെ ശരിക്കും രോഗാണുവാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിനെതിരെ ആൻറ്റിബോഡി സ്വയം ശരീരം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ കുത്തിവെക്കുന്ന സമയത്ത് രോഗം ഉണ്ടാവില്ല, പക്ഷേ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റും അതിനെതിരെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കൂട്ടും. അങ്ങനെയുള്ള രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ്. അതിനെയാണ് ഈ ഏതാണ് BCG വാക്സിൻ, പോളിയോ വാക്സിൻ എന്നൊക്കെ കേട്ടില്ലേ. So this is called an active immunization. So these are the major category of immunity. Details ആയിട്ട് പിന്നീട് വരാം. Now let's look at what are the factors that affect the innate immunity. So there are physical factors and chemical factors are also the biochemical factors, cellular factors, genetic factors and other factors. So these are the 5 factors that affect innate immunity. Let's look at what are each one. Physical and chemical factors. First one is the skin. സ്കിന്നിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ലെയർ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റം കോർണിയാണ്, വിച്ച് ഈസ് റെസിസ്റ്റൻറ്റ് മോസ്റ്റ് ഓഫ് ദ മൈക്രോബ്സ്.
ഈ സ്ട്രാറ്റം കോർണത്തിലുള്ള ഒരുപാട് ഫ്രണ്ട്ലി ബാക്ടീരിയ ഉണ്ട്. അതേപോലെ അതിൻ്റെ സെക്രീഷൻസ്, സോഡിയം ക്ലോറൈഡിൻ്റെ അംശം, നമ്മൾ വേർപ്പിലുള്ള വേർപ്പിൽ എന്താണുള്ളത്? സോഡിയം ക്ലോറൈഡ് ഉണ്ട്. അത് കൂടാതെ ലാക്റ്റിക് ആസിഡ്, ഇതൊക്കെ എന്ത് ചെയ്യും? പ്രിവെന്റ് ദി എൻട്രി ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ ടു ദ ബോഡി. അതുകൊണ്ടാണ് ഈ പൊള്ളിക്കഴിഞ്ഞാലൊക്കെ സ്കിൻ എന്ത് ചെയ്യുക? അവിടുത്തെ സ്കിന്ന് കംപ്ലീറ്റ് ഡാമേജ് ചെയ്യും. ഒരു 30%, 40% സ്കിന്നൊക്കെ ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡെത്ത് സംഭവിക്കാനുള്ള ഒരുപാട് കാരണം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറും. ശരീരത്തിലെ ഉള്ളിലെ ആന്തരികമായ അവയവങ്ങളൊക്കെ പെട്ടെന്ന് ബാധിക്കാൻ തുടങ്ങും. അത്രയും പ്രധാനപ്പെട്ട നമ്മൾ അറിയാത്ത ലക്ഷക്കണക്കിന് ബാക്ടീരിയയും വൈറസിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊക്കെ പ്രതിരോധിക്കാൻ കാരണം എന്താണ്? നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കോമ്പോസിഷനാണ്. പക്ഷെ എപ്പോഴാണോ സ്കിൻ അതിന് ഡാമേജ് സംഭവിക്കുന്നത്, ഈ ബാക്ടീരിയയും വൈറസൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും. സ്കിൻ ഈസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് പറഞ്ഞു. ഒന്നാമത്തെ ഡിഫെൻസ് മെക്കാനിസം. രണ്ടാമത്തെയാണ് മ്യൂക്കസ് മെംബ്രെയിൻ. അതായത് നമ്മൾ മൂക്കിലൂടെ എന്തെങ്കിലും കയറി കഴിഞ്ഞാലോ, മ്യൂക്കസ് മെംബ്രെയിൻ, ദ മ്യൂക്കസ് ഇൻ ദ റെസ്പിറേറ്ററി ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ട്, റീപ്രൊഡക്റ്റീവ് ട്രാക്ടിലൊക്കെ ട്രാപ്പ് ദ മൈക്രോ ഓർഗാനിസം. മ്യൂക്കസ് വഴുവഴുപ്പുള്ള ദ്രവം മൈക്രോ ഓർഗാനിസിനെ ട്രാപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ ഇസ് ദ സീലിയ വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ ഇന്റേണൽ ഓർഗൻ. നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ടിൽ, അതേപോലെ ഫൊളോപ്പിയൻ ട്യൂബ്സിൽ, മറ്റുള്ള ഭാഗങ്ങളൊക്കെ മൈക്രോ സീലിയ കാണും. So their washing action, lashing action moves away the microorganism. Coughing and sneezing എന്തെങ്കിലുമൊക്കെ മൂക്കിലേക്ക് കയറുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ തൊണ്ടയിലൊക്കെ കയറുന്ന സമയത്താണ് നമ്മൾ ചുമച്ച് പുറത്തേക്ക് കളയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. സ്നീസിങ്, പുറത്തേക്ക് കളയാനുള്ളത് ഉണ്ടാവും. സ്നീസിങ്. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആൻറ്റി പെരിസ്റ്റാൾസിസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ അടങ്ങി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വൊമിറ്റ് ചെയ്യുന്ന എന്താണ്? വയറിലെ സാധനങ്ങൾ നേരെ പുറത്തു തള്ളും. ദിസ് കോൾഡ് ആൻറ്റി പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്. വാഷിംഗ് ആക്ഷൻ ഓഫ് ടീയേഴ്സ്. കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇമ വെട്ടുന്നതൊക്കെ കണ്ണെപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സലൈവയിൽ എന്തുണ്ട്? സെർട്ടൻ കെമിക്കൽസ് ഉണ്ട്. അതിലൂടെ എന്ത് ചെയ്യും? മൈക്രോ ഓർഗാനിസിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ ദ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാനും യൂറിൻ സഹായിക്കുന്നു. യൂറിനിലെ കെമിക്കൽസ് ഒക്കെ അതിനെ സഹായിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ ഫിസിക്കൽ ഫാക്ടേഴ്സ്. Let's see once again. So the skin is the physical barrier, normal flora, friendly bacteria, fatty acid, etc. So the lysol. Now the moves on to the chemical factor. The lysozyme in the tears is antibacterial. This one, a removal of particle by cilia, is a physical factor. Lysozyme in tears is a chemical factor. Mucus lining in the trachea is a physical factor. Skin surface is a physical factor. Rapid pH changes in the intestine is a chemical factor. Stomach pH is a chemical factor. Normal flora is a physical factor. Flushing urinary tract is a physical factor. So there are some physical factors and also chemical factors that will gives you the innate immunity. And what are the second one? നേരത്തെ പറഞ്ഞാൽ രണ്ടും വന്നിട്ടുണ്ട്. ലെറ്റ്സ് മൂവ് ടു ബയോകെമിക്കൽ ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് ശരിക്കും ബയോകെമിക്കൽ ഫാക്ടേഴ്സ് ഉള്ളത്? ദ സെക്രീഷൻ ഓഫ് ദ സ്കിന്നിൻ്റെ സെക്രീഷൻ. സാൾട്ട് ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, അതിൻ്റെ ലാക്റ്റിക് ആസിഡ് ഒക്കെ ഈസ് നോട്ട് കണ്ടൂസീവ് ഫോർ ദ ബാക്ടീരിയൽ ഗ്രോത്ത് ഓർ വൈറസ് ഗ്രോത്ത് ഓർ ഫംഗസ് ഗ്രോത്ത്. സോ ദർ ആർ ആൽക്കലൈൻ ഗ്യാപ്സ്. ആൽക്കലൈൻ ഗ്യാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിയർപ്പ് ഗ്രന്ഥികളില്ലാത്ത ഏരിയയാണ് ഈ ഭാഗങ്ങളൊക്കെ. കൈയുടെ വിരലുകളുടെ ഇടയിലേക്ക്, അത് കൈയുടെ ഇടയിലാവാം. അപ്പോൾ ഇവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ദീസ് ഗ്യാപ്സ് ആർ കോൾഡ് ദ ആൽക്കലൈൻ ഗ്യാപ്സ്. ഇപ്പോൾ അതുകൊണ്ടാണ് കാലിൻ്റെ അടിയിൽ പുഴുക്കടി വരുന്നത് ഇവിടെ മാത്രമാണ്. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഈ പറഞ്ഞ സ്കിന്നിലെ സാൾട്ടോ അസിഡിറ്റിയോ അല്ലെങ്കിൽ അതിന് വേർപ്പ് ഗ്രന്ഥികളോ ഇല്ലാത്തതുകൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ അസിഡിറ്റി ഓഫ് സ്റ്റൊമക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ദ മിൽക്ക് കണ്ടെയ്ൻ ആൻറ്റി ബാക്ടീരിയൽ എൻസൈം കോൾഡ് ലാക്ടോഫെറിറ്റിൻ. സലൈവയിൽ എന്ത് കാണുന്നുണ്ട്? ലൈസോസൈം എന്ന് പറഞ്ഞാൽ
കെമിക്കൽ ഏജൻറ്റ് കാണുന്നുണ്ട്. അതേപോലെ പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്, പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്, PMNLC എന്ന് പറഞ്ഞാൽ പോളിമോർഫോ ന്യൂക്ലിയർ സൈറ്റിൽ ഇറ്റ്സ് സെക്രീഷൻസ്. നെക്സ്റ്റ് വൺ ഈസ് ഇന്റർഫെറോൺ. ഇന്റർഫെറോൺ ഈസ് എ ഗ്ലൈക്കോപ്രോട്ടീൻ. ഇന്റർഫിയർ എന്ന് പറഞ്ഞാൽ ഇന്റർഫിയറിന് ഇടപെടുക. എവിടെ ഇടപെടുക? ഇന്റർഫെറോൺ ആക്ച്വലി ഇസ് എ സെക്രീഷൻ ഓഫ് ദ സെൽസ്. ഒരു നമ്മുടെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീനാണ് ഇന്റർഫെറോൺ എന്ന് പറഞ്ഞാൽ. എഗെയിൻസ്റ്റ് വൈറസ് ഓൺലി. വൈറസിനെതിരെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന, സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൈക്കോ പ്രോട്ടീനാണ് ഇന്റർഫെറോൺ. ആൻഡ് വാട്ട് ഇസ് ദ റോൾ? ഇസ് ബ്ലോക്സ് ദ mRNA. വൈറസിൽ mRNA പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടുതൽ കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് ഇന്റർഫെറോൺ. എൻഹാൻസ് ആൻഡ് ആൾസോ ഇറ്റ് എൻഹാൻസ് ദ നാച്ചുറൽ കില്ലർ സെൽസ്. ശരീരത്തിൽ കാണുന്ന ഒരു സ്വാഭാവിക കൊലയാളി കോശങ്ങൾ, രോഗപ്രതിരോധ ശേഷി തരാൻ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെല്ലാണ് സ്വാഭാവിക കൊലയാളി കോശങ്ങൾ. നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറയുന്നത് ക്യാൻസേഴ്സിനൊക്കെ പ്രതിരോധിക്കുന്നതാണ്. അതിനെ ആര് എൻഹാൻസ് ചെയ്യും? ഈ ഇന്റർഫെറോണിൻ്റെ സാന്നിധ്യം എൻഹാൻസ് ചെയ്യും. So these are some of the biochemical factors that gives innate immunity. So these are the first line of defense: saliva, tears, stomach acid, mucus lining, good bacteria in the stomach, all those things. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റൊമക്കിലും there are friendly bacteria there. അപ്പോൾ ഈ കോള അങ്ങനെയുള്ള കൂടുതൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ അടങ്ങിയ കെമിക്കൽസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്ടീരിയൽ ഫ്ലോറേനെ എന്ത് ചെയ്ത് നശിപ്പിച്ച് കളയും. സോ ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ യുവർ സ്റ്റൊമക്ക്. നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. ദിസ് പ്രിവെൻറ്റ് ദ ട്യൂമർ സെൽസ്. ദർ ആർ സം ജനറ്റിക് ഫാക്ടേഴ്സ്. വൺ ഇസ് കോൾഡ് സ്പീഷീസ് ഇമ്മ്യൂണിറ്റി. ഓരോ സ്പീഷീസിനും ഓരോ രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ സാധാരണ കേസിൽ ഡോഗിന് ഒരിക്കലും ജലദോഷം വരില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ട് എപ്പോഴും നായ ജലദോഷം വന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? ഇല്ല. പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരാനുള്ള കാരണം സ്നീസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം രണ്ടിനും രോഗപ്രതിരോധ ശേഷി വ്യത്യാസമാണ്. അപ്പോൾ സ്പീഷീസ് തമ്മിൽ, രണ്ട് വർഗ്ഗങ്ങൾ തമ്മിൽ എന്തുണ്ട്? രോഗപ്രതിരോധ ശേഷിയിൽ വ്യത്യാസമുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് സ്പീഷീസ് ഇമ്മ്യൂണിറ്റി. ദ ഇമ്മ്യൂണിറ്റി ഷോൺ ബൈ ഈച്ച് സ്പീഷീസ് ഈസ് കോൾഡ് സ്പീഷീസ് ഇമ്മ്യൂണിറ്റി. റേഷ്യൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് ഓരോ റേസിൽ. ഹ്യൂമൻ റേസ് തന്നെ ഇപ്പം മംഗോളിയൻ റേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നീഗ്രോ റേസ് ഉണ്ട്, കൊക്കേഷ്യൻ റേസ് ഉണ്ട്, അതേപോലെ വെളുത്ത വർഗ്ഗക്കാർ, കറുത്ത വർഗ്ഗക്കാർ എന്ന് പറയില്ലേ. അപ്പോൾ ഓരോ ആൾക്കാരുടെയും രോഗപ്രതിരോധ ശേഷി വ്യത്യാസമാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ഓരോ വ്യക്തിയുടെയും രോഗപ്രതിരോധ ശേഷി ഡിഫറൻസ് ഉണ്ട്. ഈവൻ ഇൻ ഹോമോസൈഗസ് ട്വിൻസ്. ഹോമോസൈഗസ് ട്വിൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ രോഗപ്രതിരോധ ശേഷി പരസ്പരം എന്ത് ചെയ്യാം? വ്യത്യാസപ്പെട്ടിരിക്കും. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് factor that comes under the genetic factors. So species immunity, racial immunity and individual immunity is due to the genetic differences, genetic constituents. The third one is the cellular factors. അപ്പോൾ ആദ്യം പറഞ്ഞ നമ്മൾ physical factors ആണ്, രണ്ടാമത് പറഞ്ഞത് biochemical factors. And third one is the cellular factor. How does the cell helps you to provide the innate immunity? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് ആണ്. സെൽ ഈറ്റിംഗ് എന്ന് പറയും ഫാഗോസൈറ്റോസിസ്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ ഫാഗോസൈറ്റോസിസ്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് കീമോടാക്സിസ്, സെക്കൻഡ് വൺ ഈസ് അറ്റാച്ച്മെൻറ്റ്, തേർഡ് വൺ ഈസ് ദ ഇൻജെക്ഷൻ, fourth one intracellular killing, and fifth one is the digestion. So these are the different steps involved in the cellular factors or phagocytosis. Let's look at each one. First one is so this is a microbes, bacteria or virus. So when this microbes enters into the cells, നമ്മൾ ബ്ലഡ് സ്ട്രീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ റിലീസ് certain chemicals, biochemical factors റിലീസ് ചെയ്യും, കെമിക്കൽസ് റിലീസ് ചെയ്യും. ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ റിലീസ് ചെയ്യും. സോ ആ കെമിക്കൽസ് റിലീസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സ്ട്രീമിൽ ഈ ഫാഗോസൈറ്റ്സ്, ഇതാണ് ഫാഗോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വലിയ പിക്ചർ, ഈ ഫാഗോസൈറ്റ്സ് എന്ത് ചെയ്യും? ആ കെമിക്കൽസ് റിലീസ് ചെയ്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. സോ മൂവ്മെന്റ് ടുവേഴ്സ് ദ chemicals secreted by the bacteria. So this is called chemotaxis. Movement towards the microorganism. First step എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇൻജെക്ഷൻ ഓഫ് മൈക്രോബ്സ് ബൈ ദ ഫാഗോസൈറ്റ്. അപ്പോൾ ഈ മൈക്രോബ്സിനെ നേരെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ബൈ ദ സ്യൂഡോപോഡിയൽ ആക്ഷൻ കാണാൻ ഇത് ഉള്ളിലേക്ക് വലിച്ചെടുത്തതിന് ശേഷം, so that is the second step, ingestion. And third one is the formation of phagosome. So this is called
അപ്പോൾ അതിനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഫാഗോസൈറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് കോൾഡ് ഫാഗോസോം. ഫാഗോ എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റ്, സോം എന്ന് പറഞ്ഞാൽ ബോഡി. സോ ദിസ് ഈസ് എ ഫാഗോസോം. ഓക്കെ. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് സോ ദിസ് ഈസ് എ ലൈസോസോം വിച്ച് കണ്ടെയ്ൻ മെനി ഡൈജസ്റ്റീവ് എൻസൈം. ഈ ലൈസോസോമും അതേപോലെ ഈ ഫാഗോസോമും തമ്മിൽ കമ്പൈൻ ചെയ്യും, ഫ്യൂസ് ചെയ്യും. ദെൻ ഇറ്റ് ഫോംസ് എ ഫാഗോ ലൈസോസോം ഫോം ചെയ്യും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ലൈസോസോമിലുള്ള ഡൈജസ്റ്റീവ് എൻസൈം ഈ ബാക്ടീരിയ അല്ലെ മൈക്രോബ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും ബൈ ദ ഡൈജസ്റ്റീവ് എൻസൈം പ്രസന്റ് ഇൻ ദ ലൈസോസോമൽ എൻസൈം കൊണ്ട്. ലൈസോസൈം അടങ്ങിയ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാവും ലൈസോസോമിൽ. സോ ദാറ്റ് വിൽ ഡൈജസ്റ്റ് ഓൾ ദ മൈക്രോബ്സ്. അതിനുശേഷം ഡൈജസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള വസ്തുക്കളാണ് ഇവിടെ കാണുന്നത്. സോ ദിസ് ഈസ് കോൾഡ് റെസിഡുവൽ ബോഡി ആൻഡ് ഫൈനലി these are eliminated out. So total 7 steps are there. These are the 7 steps involved in the phagocytosis. So this is one of the important cellular factors, how the innate immunity is given. So these are the different steps in the phagocytosis. There are other factors which gives you the innate immunity, but for the first one is the temperature. Any slight infection into the body, നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും മൈക്രോ ഓർഗാൻസോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പനി കൂടുക എന്ന് പറയും. പനി എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല, ബേസിക്കലി ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഫോർ യു. പനി വരുന്ന സമയത്ത്, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമ്മൾ ഹൈപ്പോതലാമസ് സെൻസ് ചെയ്യും, ശരീരത്തിന് ടെമ്പറേച്ചർ കൂട്ടുകയും മൈക്രോ ഓർഗാൻസ് വരുന്ന സമയത്ത് ഹൈപ്പോതലാമസ് ആക്ടിവേറ്റ് ചെയ്യും, ടെമ്പറേച്ചർ കൂട്ടും. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചും കൂടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടും, കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയാണ് ചെയ്യുക പനി വരുന്ന സമയത്ത്. അപ്പോൾ ചെറിയ തോതിലുള്ള പനിയൊക്കെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ പാരസെറ്റാമോൾ കഴിച്ച് പനിയൊക്കെ എടുക്കുന്നത് ഇസ് നോട്ട് അഡ്വൈസബിൾ, നല്ലതല്ല. പക്ഷെ ചില കേസിലൊക്കെ നിങ്ങൾക്ക് കഴിക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷി ഉണർത്തിക്കൊണ്ട് തന്നെ വേണം രോഗങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടുള്ളത്. സോ ടെമ്പറേച്ചർ എലിവേറ്റ്സ് the immune system. Second one is the inflammation. Okay, next one is the inflammation. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ഭാഗത്ത് പെയിൻ, റെഡ്നെസ്, സ്വെല്ലിംഗ്, ഇത് മൂന്നും ഉണ്ടാവും. ആ കണ്ടീഷന് പറയുന്ന പേരാണ് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ വയലന്റ് റിയാക്ഷൻ ഇൻസൈഡ് ദ സെൽസ് ഡ്യൂ ടു ഇൻഫെക്ഷൻസ്, രോഗാണുവിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ടെമ്പറേച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടെമ്പറേച്ചർ കൂടി വരുന്ന കണ്ടീഷന് പറയുന്ന പേരാണ് ഫീവർ എന്ന് പറയുന്നത്. ഫീവർ ഈസ് എ ബ്ലെസ്സിങ് in many of the cases. It activates the immune. So these are the factors that provide you innate immunity.